Hi all, magic morning. Magic morning. Magic morning. എവിടെ മോർണിംഗ് സുബ്രഹ്മണ്യൻ സാറും നിതിൻ സാറും മാത്രം കാണുന്നുള്ളല്ലോ, ബാക്കി എല്ലാവരും എവിടെ പോയി? ടൂറൊക്കെ പോയി അടിച്ചുപൊളിച്ച് വന്നല്ലേ. ഗുഡ് മോർണിംഗ്. ഓക്കെ, പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ചെയ്യാമോ? ഓക്കെ, Morning. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും ഹാപ്പി അല്ലേ? എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? യെസ് സുഖം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. നിങ്ങൾ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന് നിതിൻ സാറുടെ സെഷനാണ് നമുക്ക് വരുന്നത്. ഇൻ ടു ദ പാരന്റ്സ് ഇൻസൈറ്റ് എന്നൊരു ടോപ്പിക് ആയിട്ടാണ് സാർ നമ്മളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിതിൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് വെൽക്കം. ഓഡിബിൾ ആണോ അല്ലേ? യെസ് സർ. അതെ. സ്ക്രീൻ ഷെയർ ചെയ്തോട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തൊന്ന് ആക്സെപ്റ്റ് ചെയ്യോ? ഓക്കെ, ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ്. ഞാൻ ആദ്യമായിട്ടാണ് 5 AM മോർണിംഗ് ക്ലബിൽ വരുന്നത്. ഒരു പാർട്ടിസിപ്പൻ്റ് ആയിട്ടോ ഒരു സ്പീക്കർ ആയിട്ടോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആണ്. എനിക്ക് ഒരു പോസിറ്റീവ് വൈബാണ് കിട്ടിയത്. നിങ്ങളെല്ലാവരും ഡെയിലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രസന്റ് ആവുന്നവരാണോ? എങ്ങനെയാണ് സിറ്റുവേഷൻ? എല്ലാവരും ഇത് ഓൺ ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ വോയിസും വീഡിയോ ഒക്കെ ഓൺ ചെയ്തോളൂ. ഇത് എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. കാരണം നമ്മളെ ടോപ്പിക് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. എവിടെ ആരുമില്ലേ? യെസ്. എല്ലാവരും ഡെയിലി ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നവരാണോ? അതെ. അതെ അല്ലേ. മൊത്തത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ, ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് ആൾമോസ്റ്റ് എല്ലാവരും പാരന്റ്സ് അല്ലേ? പാരന്റ്സ് അല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അതോ എല്ലാവരും പാരന്റ്സ് ആണോ? എന്താ സിറ്റുവേഷൻ? യെസ്. എല്ലാവരും പാരന്റ്സ് ആണ് അല്ലേ? ഞാനൊരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു പാരന്റ് അല്ല, മാരീഡ് ആണ്, ബട്ട് ഇതുവരെ കുട്ടിയായിട്ടില്ല. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു പാരന്റ് അല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഈ പാരന്റിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുള്ളത്. എന്തുകൊണ്ടോ എനിക്കിപ്പോൾ റീസെന്റ് കിട്ടുന്ന ടോപ്പിക്സ് എല്ലാം എന്താ പാരന്റിങ്, ഇന്ന് പാരന്റിങ് റിലേറ്റഡ് അല്ല, പാരന്റിങ് അല്ല നമ്മുടെ ടോപ്പിക്. ബട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാം, ഞാൻ എൻ്റെ ടോപ്പിക്ക് ഇവിടെ മാഡത്തിന്, അജിഷ മാഡത്തിന് കൊടുത്തതിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ പോലും എനിക്ക് ഇവിടെ വന്ന് സംസാരിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. റിയലി അൺഫോർച്ചുനേറ്റ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഒരു സ്ക്രാമ്പിൾ വേർഡ്സ് നമുക്ക് ചെയ്തു നോക്കാം. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? അതെ. ഓക്കെ, ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് വേർഡ് എന്താണെന്നുള്ളത്? മിക്സ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. എല്ലാം നമ്മളെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള വേർഡ്സ് ആണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി ഫസ്റ്റിലെ വേണ്ട, നിങ്ങൾക്ക് ഏതാണ് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പറയാം. ഇതില് കുറച്ച് വേർഡ്സ് ഉണ്ട്. സെക്കൻഡ് ഒന്നും പറയാൻ പറ്റുന്നുണ്ടോ? നിതിൻ സാർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, കാണുന്നുണ്ടോ? ഇല്ല കാണുന്നില്ല. സ്ക്രീൻ ഷെയറിങ് കാണുന്നുണ്ടോ? ഇല്ല സർ. കാണുന്നില്ല.
എന്റെ സ്ക്രീൻ ഷെയറിംഗ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലേ? ആ ചെയ്തിട്ടുണ്ട്. ഈ കൺട്രോൾ ഡിസേബിൾഡ് ആണല്ലോ. എന്റെ PPT ഒന്നും കാണുന്നില്ല. ഇല്ല. സാറുടെ ഇത് മാത്രമേ കാണുന്നുള്ളൂ, ഫേസിന്റെ എന്റെ അതായത് ഫേസ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ? ഞാനൊന്നുകൂടെ റീജോയിൻ ചെയ്തോട്ടെ. സാറാണ് ഇപ്പം ഹോസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. ഷെയറിംഗ് ഓക്കെ ആണോ? ആ യെസ്, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ആണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം സർ. സാമ്പിൾ വേർഡ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഫസ്റ്റ് വേർഡ് എന്താണ്? എല്ലാം ഫാമിലിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി ഫസ്റ്റില് പോട്ടെ, സെക്കൻഡ് വൺ. സർ ഇപ്പൊ സ്ക്രീൻ മാറിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പേജ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നല്ല ഇതിലൂടെ തന്നെ പോവാം. സ്ക്രാമ്പിൾ വേർഡ്സ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്, നമ്മുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. യെസ്, അപ്പോൾ ഈ ഒരു സെഷനിലുള്ള എല്ലാ പാർട്ടിസിപ്പൻസും എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് എല്ലാവരും പാരന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റാണ്. വർഷത്തിനെ കുറ്റം പറയല്ലേ, 2025 സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കിട്ടുന്ന ന്യൂസ് എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണല്ലേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എവറി മോർണിംഗ് ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം തരുന്നത് ആ രീതിയിലുള്ള ഒരു നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു വന്നിട്ട് കുറച്ച് പോസിറ്റീവ് ആവാൻ വേണ്ടിയതാണ്. റൈറ്റ്? എല്ലാവരും എന്താണ് മൈക്കും വീഡിയോ ഒക്കെ ഓൺ ചെയ്തോളൂ. എനിക്ക് റെസ്പോൺസ് വേണേ. നിങ്ങൾ പല സെഷനിലും ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കും എന്താണ് ഹൗസ്, എന്താണ് ഹോം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും എന്താണ് ഹൗസ്, എന്താണ് ഹോം എന്നുള്ളത്? ഇതിൽ കാണുന്ന മുകളിൽ കാണുന്ന പിക്ചർ എന്താണ്, താഴെ കാണുന്ന പിക്ചർ എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഹോം എന്ന് പറഞ്ഞാൽ ചെറിയ ജസ്റ്റ് ഒരു വീട് മാത്രം. ഹൗസ് എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വീട്ടുകാർ ഒത്തിരുന്നിട്ടുള്ളൊരു സന്തോഷകരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ആരായിരുന്നു പറഞ്ഞത്? സുജിത്ത്. സുജിത്ത്. അതില് നേരെ തിരിഞ്ഞു പോയി കേട്ടോ. തിരിഞ്ഞു പോയില്ലേ? സോറി. അതായത് സ്വീറ്റ് ഹോം എന്നൊക്കെ ഹൗസ് പറഞ്ഞതാണ് കറക്റ്റ് അല്ലേ? ഓക്കെ ഓക്കെ. അതെ. ഹാപ്പി ഹോം. നമുക്ക് അതെ. അപ്പോ ഹൗസ് എന്ന് പറയുന്ന ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ സ്ട്രക്ചർ മാത്രമാണ്. ഒരു ബിൽഡിങ്ങിനെയാണ് ഹൗസ് എന്ന് പറയുന്നത്. അത് ഹോമായി മാറുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഇമോഷൻസ് ഉണ്ടാവുന്നു, അഫെക്ഷൻസ് ഉണ്ടാവുന്നു, ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും എല്ലാം വരുമ്പോഴാണ് എന്താവുന്നത്, ഈ ഹൗസ് എന്ന് പറയുന്നത് ഹോം എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ആവുന്നത്. ആ മുകളിൽ കാണുന്ന പിക്ചറാണ് എന്ത്, നമ്മളുടെ ഹൗസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. താഴെ കാണുന്ന ആ ഒരു പിക്ചർ ഉണ്ടല്ലോ, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു ഫാമിലി ബോണ്ടിങ് അല്ലെ, അതാണ് എന്ത് പറയുന്നത്, ഹോം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ടൈം ആരെങ്കിലും ചോദിക്കുന്ന ടൈമിൽ കൺഫ്യൂസ് ആവരുത്. നിങ്ങൾ പറഞ്ഞ കോൺസെപ്റ്റ് കറക്റ്റ് ആണ്, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ആയി പോയി. ഇനി സിമിലർലി ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം എന്താവും, ഇവിടെ കാണുന്നുണ്ട് ഒരു സയൻസ് പഠിച്ച ആളുകൾ കുറെ പേരുണ്ടായിരിക്കും. അവർക്ക് ആ പിക്ചർ കാണുന്ന ടൈമിൽ മനസ്സിലാവും ഒരു ജനറ്റിക് ക്രോമസോം ഒക്കെ കാണുന്നുണ്ട്. ഒരു ഫാദർ മദർ, അവിടുന്ന് ഒരു കുട്ടി ഉണ്ടാവുന്നു.
താഴെ എന്താണെന്നുണ്ടെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ, ഒരു ലവ് ആൻഡ് അഫെക്ഷൻ ആണ് താഴെയുള്ള പിക്ചറിൽ കാണുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട് സാർ. ഓക്കെ ഓക്കെ. അപ്പോ ഇതിനെ നിങ്ങൾ എന്ത് പേരിട്ടാ വിളിക്കാൻ പോകുന്നത്? മോള് കാണുന്ന ആ ഒരു ബയോളജിക്കൽ സംഭവം, താഴെ കാണുന്ന ഒരു ലവ് ആൻഡ് അഫെക്ഷനോട് കൂടിയ സംഭവം, ഇതിനെങ്ങനെ നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ കുഞ്ഞിനെ കൂടുതൽ എന്താ പറയാ കെയറിങ് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് വരാം. മോളിൽ കാണുന്നത് എന്താ വെച്ചാൽ ഫാദർ ആൻഡ് മദർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതൊരു ബയോളജിക്കൽ ഫാദർ മാത്രം. ബയോളജിക്കൽ ഫാദർ അല്ലെങ്കിൽ ബയോളജിക്കൽ മദർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എന്നൊക്കെ കൂടുതൽ ഇതിൽ അഭിപ്രായം പറയാനും എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അല്ലെ? അപ്പോ നമ്മളൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു എന്നുള്ളത് കൊണ്ട് പാരന്റ് ആവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഇവിടെ മുകളിൽ കാണുന്ന എന്താ വെച്ചാൽ ഒരു ബയോളജിക്കൽ എന്താ പറയാ ഫാദർ ആൻഡ് മദർ എന്നുള്ള സംഭവം മാത്രമാണ്. ബട്ട് പാരന്റ് എന്ന് പറയുന്ന എന്താ പറയാ ആ ഒരു കോൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ കുട്ടിക്ക് ജന്മം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതിനുശേഷം ആ കുട്ടീനെ ബ്രോട്ടപ്പ് ചെയ്യുന്നു, സ്നേഹം കൊടുക്കുന്നു, ഒരു മനുഷ്യനായിട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു മനുഷ്യനായിട്ട് മാറ്റിയെടുക്കുന്നു. അതാണ് എന്ത് പറയുന്നത്, പാരന്റ്ഹുഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഞാൻ ശരിയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സംഭവങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഈ ഡീപ്പായിട്ടൊന്നും പോകണ്ട, കാരണം നമുക്ക് ഈ ഒരു പോസിറ്റീവ് മോർണിംഗിൽ കുറെ നെഗറ്റിവിറ്റി പക്ഷെ പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലതാണ്. ഈ ന്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കുറെ പേപ്പർ ക്ലിപ്പിംഗ്. ഈ ലാസ്റ്റ് ഒന്ന് ഇത് കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ? സ്കൂളില് ഹെഡ് മാസ്റ്ററോട് ഒരു സ്റ്റുഡന്റ് സംസാരിക്കുന്ന വീഡിയോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീർത്തും സാർ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉണ്ട് ഇത് ഏത് നാട്ടിലെന്നറിയോ ഈ ഒരു ഇൻസിഡന്റ് നടന്നത്? ഈ നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ ഈ സെക്ഷനില്? ഇത് നടന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ തൃത്താല എന്ന് പറയുന്ന തൃത്താല കുട്ടനാട് ആ ഒരു ഏരിയ എന്നാണ്. ആ ഏരിയ എന്നുള്ള ആരെങ്കിലും ഈ ഒരു ക്ലബിൽ ഉണ്ടോ? പാലക്കാട് ജില്ലയിൽ നിന്ന് ആളുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ഓക്കെ. ഇത് ഞാൻ പാലക്കാട് ജില്ല അല്ല, ഞാൻ മലപ്പുറം ജില്ലയാണ്. ബട്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ മാത്രമേ ഉള്ളൂ. ഞാൻ റെഗുലർ ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ പറയുന്ന കൂറ്റനാട് എന്നൊക്കെ പറയുന്നത്. മൂവിങ് ഓൺ. ഈ ഒരു ന്യൂസ്, 28 വയസ്സുള്ള ഡോക്ടർ ആവാൻ പഠിക്കുന്ന മോന് അച്ഛനെ കൊന്ന സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സ്വന്തമായ തീരുമാനങ്ങളിലൂടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആളുടെ പരാതി. കണ്ടായിരുന്നല്ലോ അല്ലെ? ഈ ലാസ്റ്റ് ഒരു പയ്യന്റെ ഫോട്ടോ വന്നല്ലേ, ആ ന്യൂസ് കണ്ടായിരുന്നോ? സ്വന്തം ഉമ്മാനെ, അതായത് ബ്രെയിൻ ട്യൂമറിന് സഫർ ചെയ്യുന്ന ഉമ്മാനെ സ്വന്തം മാതാവിനെ കൊന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ്, ജന്മം തന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് ഞാൻ എൻ്റെ മാതാവിനെ കൊന്നത് എന്ന്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ ന്യൂസ് പേപ്പറിലല്ലാണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇനി ലേറ്റസ്റ്റ് വൺ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ ടോപ്പിക് കൊടുത്തതിന് ശേഷം വന്ന ന്യൂസ് ആണത്. എത്ര അൺഫോർച്ചുനേറ്റ് ആ നോക്കിയത്. സ്വന്തം വീട്ടിലെ 5 പേരെ കൊലപ്പെടുത്തുക, അതും സ്വന്തം അനിയൻ, ഉമ്മ. ഫോർച്ചുനേറ്റ്ലി ഓർ എനിക്ക് തോന്നുന്നു അതിനെ അൺഫോർച്ചുനേറ്റ്ലി എന്നേ പറയുള്ളൂ. എന്തിനാ ഇങ്ങനെ ഒരു ജീവൻ വിട്ടിട്ടില്ല? ഉമ്മ മരിച്ചിട്ടില്ല, ഇപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇത്രയും പേരെ എന്ത് ചെയ്തു? ആ മകൻ കൊല്ലുക ചെയ്തത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാവരും പാരന്റ്സ് ആണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ കുട്ടിയും തമ്മിലുള്ള അതേ റിലേഷൻഷിപ്പ് തന്നെയല്ലേ ഇവര് തമ്മിലുള്ളത്? ഞാൻ ഈ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോ ലാസ്റ്റ് വീക്കില് ഈ 5 പേരെ കൊന്ന ന്യൂസ് കേട്ടപ്പോ എന്റെ അമ്മ അടുത്ത് പറയാം, അമ്മ സൂക്ഷിച്ചു കേട്ടോ, എപ്പോഴാണ് എന്റെ സ്വഭാവം മാറുന്നത് അറിയില്ല, സൂക്ഷിച്ചു എന്നുള്ളത്. ചുമ്മാ നമ്മൾ തമാശക്ക് വേണ്ടി പറയുന്നതാ. ഒന്ന് ഓർത്ത് നോക്കി, ഞാനും എന്റെ അമ്മയും തമ്മിലുള്ള അതേ ബന്ധം തന്നെയാണ് ഈ പറയുന്ന മോനും അമ്മയൊക്കെ തമ്മിലുള്ളത് അല്ലെ? നിങ്ങളുടെ മക്കളും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും അത് തന്നെയാണ്.
എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആദ്യം നിങ്ങളോട് വന്ന് സംസാരിക്കുമെന്ന് കോൺഫിഡൻസ് ഉള്ള എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? മനസ്സിലായില്ല നിങ്ങളുടെ ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ കുട്ടിക്ക്, നിങ്ങളുടെ മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, അവർക്ക് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ലൈഫിൽ അവരൊരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അത് എന്നോട് വന്ന് പറയും എന്ന് കോൺഫിഡൻസ് ഉള്ള എത്ര പാരന്റ്, അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ പപ്പ മമ്മി, എത്ര പേര് ഇതിലുണ്ട് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അവരൊരു പ്രോബ്ലം എന്റെ ഫേസ് ചെയ്യുമ്പോൾ. നമ്മുടെ മോൾക്ക് 5 വയസ്സായിട്ടുള്ളൂ, ഇപ്പൊ എല്ലാം പറയാറുണ്ട്. എന്റെ മക്കള് പറയും സാറേ. യെസ്, ഇപ്പൊ വേറെ പറയാറുണ്ട്. Yes. ഞങ്ങളുടെ മക്കളും പറയും. Yeah, പറയും. my അതിനുള്ള എന്റെ മക്കളെ രണ്ടുപേരും ഡോട്ടേഴ്സ് ആണ്. They come to me. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, ഗ്രേറ്റ്. അതിനുള്ള ഫ്രീഡം അപ്പൊ അവർക്ക് കൊടുത്തിട്ടുണ്ട്. യെസ് യെസ്, ഈ ഒരു ഫ്രീഡം ആരെങ്കിലും, ഇപ്പൊ ഇതില് ഒരു 4-5 പേര് റെസ്പോണ്ട് ചെയ്തു, ബാക്കിയുള്ളവരോട് കൂടിയാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു കൾച്ചർ എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അതിലേക്ക് വരാം. പാരന്റിങ്ങിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അവരാഗ്രഹിക്കുന്ന എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നിങ്ങൾ അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ അവർ ജനിച്ചു വളർന്നപ്പോ ഡോക്ടറായിട്ടുള്ള മക്കളുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെറുപ്പം മുതലേ, അല്ല സാറേ, സാറിന്റെ പേരെങ്ങനെയായിരുന്നു? മക്കളുടെ ഡോക്ടർ എന്ന് പറഞ്ഞ സാർ ഒന്ന് വിഷ്വല് വരാമോ? സാർ പോയോ? ഓക്കെ. സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സാർ അത് അവര് എന്താ പറയാ, പഠിച്ച് വളർന്ന് ഒരു 10-20 വയസ്സായപ്പോഴൊന്നും ഉണ്ടാക്കിയെടുത്ത കൾച്ചർ ആയിരിക്കില്ല. ചെറുപ്പം മുതലേ ആ രീതിയിലായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, അവരെ ബ്രോട്ടപ്പ് ചെയ്തിട്ടുണ്ടാവുക. ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കളെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഗ്രാൻഡ് ചിൽഡ്രൻസ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാ, എന്ത്, നിങ്ങളുടെ മക്കളോട് പറയാ, ഇത് ചെറുപ്പം മുതലേ എങ്ങനെയാണോ നിങ്ങൾ നിങ്ങളെ മക്കളെ ബ്രോട്ടപ്പ് ചെയ്തത്, ആ രീതിയിൽ തന്നെ നിങ്ങളുടെ മക്കളടുത്ത് പറയാ, അവരുടെ കുട്ടികളെ ആ രീതിയിൽ ചെറുപ്പം മുതലേ എന്ത് ചെയ്യുക, ആ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളത്. 2 ന്യൂസാണ് ഇതും. ഈ ന്യൂസും നിങ്ങൾ പ്രതിഭ, പിന്നെ നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖർ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നോ? Yes, yes. ഇതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാനൊരു പൊളിറ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. എനിക്ക് എന്റേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷെ ഞാനൊരു രാഷ്ട്രീയത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഇതിലെ പൊളിറ്റിക്സ് നമുക്ക് മാറ്റി നിർത്താം. ഞാൻ അവരുടെ ഒരു ആസ് എ പാരന്റ് ആണ് ഞാൻ അവരെ നോക്കിക്കാണുന്നത്. ഈ പ്രതിഭ എന്ന് പറയുന്ന നമ്മുടെ MLA, അവര് ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തായിരുന്നു നിങ്ങൾക്ക് അറിയോ? അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. മോന് ഇതിനകത്ത് കഞ്ചാവ്സിൽ പെട്ടപ്പോ അവര് അത് മറച്ചു വെക്കാൻ നോക്കി, അതായത് അങ്ങനെ ചെയ്തിട്ടില്ല ആ ഒരു ഇതില്. അതെ അതെ, അവര് മറച്ചു വെക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഒരു കേസ് ഇനീഷ്യലി FIR ഇപ്പോഴും ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. ആ കേസ് എടുത്ത ഒഫീഷ്യൽസിനെതിരെ പ്രതികാര നടപടി എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നു. അവരിപ്പോഴും അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റാണ്, ഒരു അമ്മ എന്നുള്ള രീതിയിൽ നോക്കുന്ന ടൈമിൽ അവർ ചെയ്യുന്നത് കറക്റ്റാണ്. ബട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ പ്രതിഭ എന്ന വ്യക്തിനെ കോപ്പി ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ ആരെയാ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഈ ന്യൂസ് അറിയുന്ന നിങ്ങളടുത്താണ് ചോദിക്കുന്നത്, നിങ്ങൾ ആരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഫോർ മീ, ഞാൻ ഇതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖർ സാറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്? ഞാനും മറ്റേ ആളാണ്, ചന്ദ്രശേഖരൻ. ആളെ ചെയ്താണ് ശരിയെന്ന് തോന്നിയിട്ടുള്ളത്. എന്തായാലും സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് ഞാൻ തരാം. അവരുടെ മകൻ ഒരു ഡ്രഗ് കേസിൽ ഇപ്പോ ലാസ്റ്റ് ഡേ അറസ്റ്റ് ചെയ്തു. അങ്ങനെ മീഡിയയിൽ ഒരു മടിയോടും കൂടാണ്ട് മീഡിയയിൽ വന്ന് മോനെ കൂട്ടി വന്നിട്ട് എന്ത് ചെയ്തു, പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ഒരുപാട് ഇത്തരത്തിലുള്ള കേസിൽ നിന്ന് ഒരുപാട് പേരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങയുടെ മോൻ അതിൽ പെട്ടെന്ന് പറയുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ബട്ട് സ്റ്റിൽ മകനെ ശരിയാക്കി മുന്നിലോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കും. മകൻ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചാണെങ്കിലും ഇതിന്റെ സോഴ്സസിനെ കുറിച്ചാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മകൻ ഇനി അത് യൂസ് ചെയ്യില്ല എന്നുള്ളത് പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ രീതിയിൽ മകന്റെ സുഹൃത്തുക്കളെ ആണെങ്കിലും ഇതിന്റെ സോഴ്സസ് ആണെങ്കിലും അതിന് വേണ്ട ആക്ഷൻസ് എല്ലാം ആസ് എ പൊളിറ്റീഷ്യൻ, ആസ് എ ഫാദർ
ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിന് റെമഡിയൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയയില് നമ്മളെ 24/7 ന്യൂസ് ചാനൽസിലൊക്കെ വന്നിട്ട് അങ്ങേര് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. അങ്ങേര് ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്തത് ഈ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്ത കേരള പോലീസിനെ അവരെന്ത് ചെയ്യാണ് ചെയ്തത്, നമ്മളെ വിഷ്ണുപുരം ചന്ദ്രശേഖർ സാറ് അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരിക്കലും നമ്മുടെ വീട്ടില് നമ്മുടെ മക്കള് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ തോന്നില്ല. ഞാൻ പറയുന്നത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ഇപ്പൊ ഈ രീതിയിലുള്ള തെറ്റല്ല, നമ്മളെ ഭാഗത്ത് എന്ത് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ആക്സെപ്റ്റ് നമ്മൾ പല ആളുകളും ന്യായീകരിച്ച് മെഴുകുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ന്യായീകരിച്ച് മെഴുകുക എന്നുള്ള ആ രീതിയിലൊന്നും പോവാണ്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ആക്സെപ്റ്റ് ചെയ്യുക. ഫസ്റ്റ് എന്തെങ്കിലും റെമഡിയൽ ആക്ഷൻ എടുക്കാനുണ്ടോ അതിലേക്ക് പോവുക. പിന്നെ പല വീടുകളിലും ഞാൻ കാണുന്ന ഒരു സംഭവമാണ്, പെൺകുട്ടികളെ വേറൊരു കോൺസെപ്റ്റിൽ നോക്കിക്കാണാം, ആൺകുട്ടികളെ വേറൊരു രീതിയിൽ നോക്കിക്കാണാം. ഇപ്പൊ ആൺകുട്ടികൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോവാം, രാത്രി കയറി വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണോ? നിങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെയാണോ? അല്ല അല്ല അല്ല, ലിംഗ വിവേചനം ഇല്ല. അങ്ങനെയാണ് വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മകൻ പുറത്തു പോയി കഴിഞ്ഞ് ലേറ്റായി വന്നാൽ പോലും ആളെടുത്ത് ചോദിക്കുക എവിടെ പോയത്. നിങ്ങൾ കയറി വരുമ്പോ തന്നെ ഒറ്റവിളിയും കൂട്ടണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം, ഷൗട്ട് ചെയ്യുന്നതിനെ പറയുന്നത് ഒറ്റവിളിയും കൂട്ടുക എന്നുള്ളത്. അപ്പോ ഭയങ്കര ഷൗട്ട് ചെയ്യണം, അവരോട് കയർക്കണം എന്നൊന്നുമല്ല. അതിനുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ ചോദിക്കാനും അതിന് റെസ്പോൺസ് കിട്ടാനുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. മകനാണെങ്കിൽ ഓക്കെ, മോൾ 6 മണിക്ക് വീട്ടിലെത്തണമെന്നുണ്ടാവും, എന്തുകൊണ്ട് ഇത് മോനായിക്കൂടാ? ഏജ് ലിമിറ്റഡ് ആണ് കേട്ടോ, എല്ലാ ഏജിലും അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ എന്റെ അടുത്തൊന്നും 6 മണിക്ക്, ഞാൻ എന്നും 6 മണി 7 മണി 8 മണി ടൈമിൽ വരുന്ന ഒരാളാണ്. കാരണം നമ്മൾ നമ്മളെ ജോബിന്റെയും പ്രൊഫഷണൽ കാര്യങ്ങളായിട്ട് പല സ്ഥലത്ത് പോകുന്നതാണ്. പക്ഷെ ഏജ് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ മകനാണെങ്കിൽ പോലും, മകളടുത്ത് മാത്രമല്ല മകനാണെങ്കിൽ പോലും അവർക്ക് എന്തില്ല, അത്തരത്തിലുള്ള ഒരു പ്രത്യേക പ്രിവിലേജും ഇല്ല. അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എവിടെയാണ് നിങ്ങൾ പോയിരുന്നത് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അവരുടെ റൂമിൽ ആക്സസ് ചെയ്യുക. അവരുടെ പ്രസൻസിലാവണം എന്നല്ല ഞാൻ പറയുന്നത്, അവരില്ലാത്ത ടൈമിൽ പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൂം പൂട്ടി പോകുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ അവിടെ പറയേ അഡ്മിറ്റ് ചെയ്യൊന്നും വേണ്ട. റൂം പൂട്ടി പോകുന്ന മക്കള്, പഠിക്കുന്ന മക്കള്, ഒരു ബിലോ 20 ഏജ് ഉള്ള മക്കള് ഉണ്ടെങ്കിൽ ആ ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്തു. അവർക്ക് പ്രൈവസി ഉണ്ട്. അവരുടെ പ്രൈവറ്റ് ടൈമിൽ നിങ്ങൾ ആക്സസ് ചെയ്യണം, ഇടിച്ചു കയറി ചെല്ലണം എന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് അവര് 20 വയസ്സിന്റെ താഴേക്കുള്ള ആളുകളാണ്, മാരീഡ് ഒന്നും അല്ലാണ്ടെങ്കിൽ റൂം പൂട്ടി പോകുന്ന പരിപാടി ഉണ്ടെങ്കിൽ എന്തിനാ അവരെ ചെയ്യുന്നത്? അവർക്ക് ഇതിന് മാത്രം പ്രൈവസി എന്താ? അവർ ആ റൂമിൽ ഉണ്ടാവുന്ന ടൈമിൽ ഓക്കെ, വി ആർ നോട്ട് എക്സ്പ്ലോറിങ് ഇറ്റ്. ബട്ട് അവര് വീട്ടിൽ ഉണ്ടാവുന്ന ടൈമിൽ എന്തിനാണ്, സോറി ഇല്ലാത്ത ടൈമിൽ എന്തിനാണ് പൂട്ടി പോകുന്നത് അറിയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ റൂമിലൊക്കെ ഒന്ന് കയറുക, അവരുടെ സ്റ്റോറേജസ്, അത് ബാഗ് ആയിക്കോട്ടെ വാർഡ്രോബ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് എടുത്തിട്ട് എന്താ പറയാ, ആകെ ഇളക്കി മറിക്കണമെന്നൊന്നുമല്ല, ഒരു ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം, ഒരു പ്രശ്നം ഉണ്ടാവുന്ന ടൈമിൽ ഫസ്റ്റ് നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക. എന്റെ പാരന്റ്സ്, എന്റെ അച്ഛൻ, എന്റെ ഉപ്പ, അല്ലെങ്കിൽ അമ്മ, ഉമ്മ, മമ്മി, ആരാണോ അവരെന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട. അവര് പിന്നെ തെറ്റായിട്ടുള്ള ഒരു രീതിയിലേക്കും പോകില്ല. പിന്നെ നിങ്ങളുടെ കുട്ടിയിൽ എന്തെങ്കിലും, നിങ്ങളുടെ മകനായിക്കോട്ടെ മകളായിക്കോട്ടെ, എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അവരുടെ കണ്ണിന്റെ താഴെ ഒരു ഡാർക്ക് സർക്കിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റണം, എന്തോ എന്റെ കുട്ടിക്ക് പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അത് ലുക്കിലായിക്കൊള്ളുന്നില്ല, അവരുടെ ബിഹേവിയർ, ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, ഇനിയിപ്പോ ഫോൺ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, ഉറക്കമില്ലാത്തതായിക്കോട്ടെ, എന്തെങ്കിലും രീതിയിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ അവരെ കേൾക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പൊതുവെ ഞാനിപ്പോ ഇന്നലെ കൂടെ അമ്മ അമ്പലത്തിൽ, ശിവരാത്രിക്ക് അമ്പലത്തിൽ പോയിട്ട് ചെരുപ്പ് മറന്നു വെച്ച് വന്നു.
പുതിയ ചെരുപ്പ് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. അപ്പൊ അമ്മ പറയുന്നുണ്ട്, അയ്യോ അത് പോയി അത് പോയി. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു, പണ്ട് ഞാൻ ചെരുപ്പ് മറന്നു വെച്ച് വരുന്ന ടൈമിൽ അമ്മ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ചോദിച്ചപ്പോ എന്താ പറഞ്ഞു, ഈ നോക്കായിട്ടല്ലേ എന്നാണ് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞു. ആ ഞാനൊന്നും പറയുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് വളരെ ഫ്രണ്ട്ലി ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താ പറയുക ആർഗ്യുമെന്റ്സും കാര്യങ്ങളും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരെ കേൾക്കുക, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, നമ്മൾ സംസാരിക്കുക. ഇവിടെ പാരന്റ്സിന്റെ രണ്ട് ടൈപ്പ് ഞാൻ പറയുന്നത്. ഒരു വൃക്ഷം പോലെ ഉള്ള പാരന്റും ആവാം, ഒരു ATM പോലുള്ള പാരന്റും ആവാം. ഇപ്പൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് ഒക്കെ എന്താ പറയാ നമ്മുടെ ജോലി പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് ഓടിക്കൊണ്ടേയിരിക്കുക അല്ലെ. ഇതിന്റെ ഇടയിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിലേതാ നല്ലത്? നല്ല മെത്തേഡ് ഏതാ? ATM ആണോ ഒരു വൃക്ഷമാണോ? ട്രീ എനിവൺ? ട്രീ വൃക്ഷം. വൃക്ഷം എന്തുകൊണ്ടാന്ന് കൂടെ ഒന്ന് പറഞ്ഞേ. വൃക്ഷം എന്തൊക്കെയാ നമുക്ക് തരുന്നത്? ATM എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്ന മാതിരി ആയിക്കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ ടഫ് ടൈം ഇൻ ദ മാരീഡ് ലൈഫ്. Yes. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊവൈഡർ മാത്രമായിട്ട് നിൽക്കുന്ന ടൈമിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ക്യാഷ് വേണ്ടി വരുന്ന ടൈമിൽ മാത്രം നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പറയുന്നത് അത് ഒരു ശരിയായിട്ടുള്ള ഒരു ഹാബിറ്റ് അല്ല. അങ്ങനെ ആരെങ്കിലും എന്താ പറയാ, അങ്ങനെ ഒരു ഹാബിറ്റ് നിങ്ങൾക്കല്ല നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇൻ എ മൊമെന്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ മാറ്റാൻ പറ്റുന്നത്, ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരേണ്ട കാര്യമാണ്. ഒരു ട്രീ എന്ന് പറയുന്ന ടൈമിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് തരുന്നുണ്ട്. പല വൃക്ഷങ്ങളും, ഞാനിപ്പോ ഈ പിക്ചറിലുള്ള വൃക്ഷത്തിൽ ഫ്രൂട്ട് ഒന്നും കാണുന്നില്ല, ബട്ട് എന്തുണ്ട്, ഒരുപാട് ട്രീസ് നമുക്ക് ഫുഡ് ഫ്രൂട്ട്സ് ആയിട്ടും ഒക്കെ തരുന്നുണ്ട് അല്ലെ. പിന്നെ തണല് തരുന്നുണ്ട്, നല്ല ഓക്സിജൻ തരുന്നുണ്ട്. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു മിന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ഒരുപാട് സപ്പോർട്ട് എന്തുണ്ട് ഒരു ട്രീ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനുണ്ട്. ബട്ട് ATM എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഈ പറയുന്ന പ്രൊവൈഡിങ് മാത്രം. എപ്പോഴാണോ ക്യാഷ് വേണ്ടത് അത് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് കേസ് മാത്രമാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ നേരത്തെ കാണിച്ച എല്ലാ ക്ലിപ്പും വരുന്ന ടൈമിൽ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ കേൾക്കുന്നത്. ഒന്ന് ഡ്രഗ്, പിന്നെന്താ, ഒന്ന് സോഷ്യൽ മീഡിയ. ഡ്രഗ് എന്ന് പറയുന്നത് അറിയില്ല എന്തൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റുമോ. ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ട് ഒരുപാട് ഓഫ്ലൈൻ, ഓൺലൈൻ അല്ല ഓഫ്ലൈൻ സെഷൻസ് ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മള്. അതിന്റെ ഭാഗത്ത് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബിസിനസ് ട്രെയിനിങ്ങും കാര്യങ്ങളും, എന്റെ ബിസിനസ് ട്രെയിനിങ് എനിക്ക് ഒന്ന് ഇതിലൊരു പാർട്ടിസിപ്പന്റ് ഞാൻ കണ്ടു. എന്റെ ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിൽ ബാക്കിയുള്ള ആളുകളൊക്കെ എനിക്ക് എന്താ പറയാ ന്യൂ ഫേസസ് ആണ്. അപ്പോൾ ബിസിനസ് ട്രെയിനിങ്ങിന്റെ പുറത്ത് അതിന് നമ്മൾ ഫീ വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് ഈ രീതിയിലുള്ള ഡ്രഗ് അബ്യൂസിനൊക്കെ എതിരായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരുപാട് സെഷൻസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ. ഇനി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു മൊബൈലിൽ മാറ്റാൻ പറ്റുന്നതല്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അവരുടെ അടുത്ത് നോ പറയുന്ന ടൈമിൽ നിങ്ങൾ സ്വയം ഒന്ന് റിവ്യൂ ചെയ്യുക. ഒരു സ്വന്തത്തോട് ചോദിക്കുക, നിങ്ങൾ അഡിക്റ്റഡ് ആണോ അല്ലേ എന്നുള്ളത്. സോഷ്യൽ മീഡിയ പാടെ ഒഴിവാക്കണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. അത് വേണ്ട സംഭവം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ടൈം ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. 30 മിനിറ്റ്സ് എ ഡേ. എന്താ പറയാ, ഒരു ബ്രേക്കിൽ 30 മിനിറ്റ്സ് അല്ല, നമ്മൾ എടുക്കുന്ന ഓരോ ബ്രേക്കും എന്താ 1 hour ഒക്കെ ഉണ്ടാവില്ല, അതിൽ 30 മിനിറ്റ്സ് തന്നെ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യണമെന്നല്ല. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫുൾ എക്സിബിഷൻ ആണ്. ഞാൻ UK പോയി പഠിക്കുന്ന നമ്മളെ ഫ്രണ്ട്സ് കുറെ പേരുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കാണുന്നതൊക്കെ എന്താണ്, ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ്. ഞങ്ങൾ ഇവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വീക്കെൻഡിൽ വൺസ് ഓർ ട്വൈസ് ആണ് ഞങ്ങളൊന്ന് ഗ്യാദർ ചെയ്യുന്നത്, നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യുന്നത്. ഞങ്ങൾ ഇത് മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇതൊന്നും എന്തില്ല നിങ്ങൾ കാണുന്നില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു സംഭവം ഇതാണ്. അപ്പോൾ ഈ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ മക്കളും എന്താണ്, അതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ ലക്ഷറി ആയിക്കോട്ടെ, കോസ്റ്റ്ലി ഡ്രസ്സ്, വെഹിക്കിൾസ്, ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്തരം കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളൊരു പ്രോബ്ലം നിങ്ങളെ ജോബുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടോ നിങ്ങൾ എന്തോ ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾ സഫർ ചെയ്യാണ്, നിങ്ങൾ നിങ്ങളെ ചൈൽഡിന്റെ അടുത്ത്, നിങ്ങളെ കുട്ടിയുടെ അടുത്ത് നിങ്ങളത് ഷെയർ ചെയ്യോ ഇല്ലയോ?
തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഷെയർ ചെയ്യണം. അതായത് ഈ ഷെയർ ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. നമ്മൾ എല്ലാ പ്രോബ്ലംസും അവരെ കൂടെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല, ബട്ട് അവർക്ക് അവർ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാരന്റ് ആവാൻ നമ്മൾ എന്തോ അലട്ടുന്ന ടൈമിൽ നമ്മൾ അവരെ ജസ്റ്റ് ഇൻഫോം ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക. ഞാൻ ഇങ്ങനെ ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം നിനക്ക് ഇത്ര എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് യു ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഞാനിങ്ങനെ സ്ട്രഗിളോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ സിറ്റുവേഷൻ അവരെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു വളർത്തണം എന്നല്ല. കാരണം സ്ട്രഗിൾസിലൂടെ വളർന്നു വന്ന ആളുകൾക്ക് അറിയാം അവര് രക്ഷപ്പെട്ടിട്ടുള്ളൂ. എല്ലാം നല്ല സുഖലോലുകളോട് വന്നിട്ടുണ്ടെങ്കിൽ അവര് ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ട്. ഇപ്പോ നല്ല രീതിയിൽ നല്ല എന്താ പറയാ ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊവൈഡർ ആയിട്ടുള്ള ഫാദറിന് എന്തെങ്കിലും ഒരു ലൈഫിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം അവിടെ സ്റ്റക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ, സൂയിസൈഡിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ എന്ത് ചെയ്യാം, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കീപ്പ് ചെയ്താൽ മതി. ബട്ട് നമ്മളെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, അവരോട് അറിയട്ടെ, അവരും കൂടെ നമ്മളുടെ ഒരു ഫാമിലി ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു പാർട്ടായി മാറട്ടെ. ഓക്കെ. പിന്നെ നല്ല കാര്യങ്ങൾ എന്തിലും, ഇപ്പൊ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, എന്തിലും നല്ലതും ചീത്തതും ഉണ്ട്. നല്ലതിനെ ഫിൽട്ടർ ചെയ്തിട്ട് നല്ലത് നമ്മളെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപ്പബിലിറ്റി അവരിൽ ബിൽഡ് ചെയ്തെടുക്കുക. ഇപ്പൊ ഞാൻ എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് കുറച്ചു കാലം ബോംബെയിലൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ബോംബെ, ബാംഗ്ലൂര്, കോഴിക്കോട്. ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരു 6 വർഷമായിട്ടാണ് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ടൈമിലൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് എന്റെ ഫ്രണ്ട്സ് എനിക്ക് എന്താ പറയാ കുടിക്കാനും വലിക്കാനൊക്കെ ഓഫർ ചെയ്യുന്ന ടൈമിൽ ഞാൻ നോ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യം, പിന്നെ നീ എന്തിനാ ബോംബെയിൽ പോയത്? ഞാൻ പറയും, ഞാൻ ബോംബെയിൽ പോയത് കുടിക്കാനും വലിക്കാനും വേണ്ടിയിട്ടില്ല. ഞാൻ ഇപ്പോഴും എന്റെ ഫാമിലിക്ക് കോൺഫിഡന്റ് ആണ്. ഞാൻ ഇപ്പോഴും ഇന്നേ വരെ ഒരു സിഗരറ്റോ ഒരു ഡ്രിങ്കോ ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കുന്ന എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണെന്നുള്ളൊരു ആ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ബട്ട് എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പോകുന്ന ടൈമിൽ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടെന്നുള്ള ഒരു വ്യക്തമായ ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്റെ ഫാമിലി തന്നെയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ മക്കളെയും പഠിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അതിന് നല്ലത് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ. ഫോണ്, സോഷ്യൽ മീഡിയ, അതിന് നല്ല കാര്യങ്ങൾ മാത്രം അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെയ്യുന്നത്, നിങ്ങൾ ആരും എന്തല്ല സൂപ്പർമാനോ അയൺമാനോ ഒന്നുമല്ല, സൂപ്പർ ഹീറോസ് അല്ല. നിങ്ങളെ കുട്ടികൾ സൂപ്പർ കിഡ്സും അല്ല. അപ്പൊ നിങ്ങൾക്കും അവർക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളെ നൈബറിനുള്ള കാപ്പബിലിറ്റി എന്തുണ്ടാവില്ല, മേ ബി ഫിനാൻഷ്യലി ആയിരിക്കാം. അവര് ബെൻസ് കാറ് വാങ്ങി, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുന്നത് ഉണ്ടാവാം, ഇല്ല എന്നല്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, നിങ്ങൾ സൂപ്പർ ഹീറോ അല്ല, നിങ്ങളെ കുട്ടികളും എന്തല്ല സൂപ്പർ കിഡ്സ് അല്ല എന്നുള്ളത്. ഓക്കെ. എല്ലാവരും, ഈവൻ എന്റെ പേരൻസ് ആണെങ്കിലും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നില്ല, ഒരു സഞ്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാഗ് ഉണ്ടായിരുന്നില്ല, ശരിക്കും ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കുട്ടികൾ വളർന്നു വരുന്ന ടൈമിൽ നമുക്ക് കിട്ടാത്തതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും. കറക്റ്റ് അല്ലേ? ഇതിലിപ്പോ പാരന്റ്ഹുഡിന്റെ ഒരു ഗ്രാൻഡ് ചൈൽഡൊക്കെ ചിൽഡ്രനൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ആരെങ്കിലും ഒന്ന് പറയോ? നിങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ലേ, എനിക്ക് കിട്ടാത്തത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലേ? ശരിയാണ്, ശരിയാണ്. അത് വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ആ ഒരു കാര്യം അവരുകൂടെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. അതായത് നമുക്ക് കിട്ടാത്തതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ മേ ബി അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ ആഗ്രഹങ്ങൾ കൂടെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ റോൾ മോഡൽ ആവുക. നമ്മൾ അപ്പുറത്ത് നോക്ക്, ഇയാളെ കണ്ടുപിടിക്കുക, സച്ചിൻ ടെണ്ടുൽക്കറിനെ നോക്ക്, ഇത്ര ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളാണ് അവരെ റോൾ മോഡൽ എന്നുള്ള മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനാണ്, അത് വാക്കുകൊണ്ടല്ല. പല എന്താ പറയാ കുട്ടികളും പറയുന്നത് നമ്മൾ ചോദിക്കുന്ന ടൈമിൽ പറയും റൊണാൾഡോ, മെസ്സി. പക്ഷെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ പേര് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ,
നമുക്ക് കിട്ടുന്ന നമ്മളിപ്പോ ട്രെയിനിങ്ങിനാണെങ്കിലും കൗൺസിലിങ്ങിനാണൊക്കെ പോകുന്ന ടൈമിൽ കുട്ടികൾ പറയണേ എന്റെ അച്ഛനാണ് എന്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ, അവര് അത്രയും നല്ലൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ആ രീതിയിൽ നിങ്ങളെ മക്കൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ റോൾ മോഡൽ ആവുക. ബാക്കിയുള്ള ആരെയും കാണിച്ചു കൊടുക്കണ്ട. വാക്ക് കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് എന്തുണ്ടാവുക, നിങ്ങൾ റോൾ മോഡലായി മാറാം. പിന്നെ ഞാനൊരു 6 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് പാരന്റ്സിന് മാത്രമല്ല, പ്രൊഫഷണൽസ് ആയിക്കോട്ടെ, ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ, എന്റെ ആൾമോസ്റ്റ് എല്ലാ ട്രെയിനിങ്ങിലും ഉണ്ടാവുന്ന ഒരു ക്ലിപ്പാണത്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബിലീവ് ബിഫോർ യു പ്രേ. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണോ? അല്ലാത്തവരുണ്ടാവും, എത്തിസ്റ്റ് ഒക്കെ ഉണ്ടാവാം. വിശ്വസിക്കുന്ന ആളുകളാണോ എല്ലാവരും? ഒന്ന് റെസ്പോൺസ് ആവട്ടെ. അതെ. യെസ്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് വിശ്വാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ലിസൺ ബിഫോർ യു സ്പീക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ കുട്ടിയുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ആൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കുക. ആ രീതിയിൽ ലിസൺ ബിഫോർ യു സ്പീക്ക്. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മുന്നിലുള്ള ആള് എന്താണോ പറയുന്നത്, ആൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. ഏൺ ബിഫോർ യു സ്പെൻഡ്. ഇന്നത്തെ കൾച്ചറിൽ, ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണൽ ആണ്, ഇന്നത്തെ കൾച്ചറിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് ഏൺ ചെയ്തിട്ടല്ല സ്പെൻഡ് ചെയ്യുക. ഏൺ ചെയ്യാണ്ട് സ്പെൻഡ് ചെയ്യും. ക്രെഡിറ്റ് കാർഡ്, ലോൺസ്, അല്ലെ, ഒരുപാട് കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺസ്, ബജാജ് ഫിനാൻസിന്റെ ഒക്കെ ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മൾ നിർബന്ധിതരാകും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് കൾച്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ഏൺ ബിഫോർ യു സ്പെൻഡ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏൺ ചെയ്യാം, എന്നിട്ട് സ്പെൻഡ് ചെയ്യാം. അല്ലാണ്ട് ഓക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, എനിക്ക് ലോൺ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ വേണ്ട. ഏൺ ബിഫോർ യു സ്പെൻഡ്. തിങ്ക് ബിഫോർ യു ആക്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ 2 തവണ ആലോചിക്കുക. മോഹൻലാലിന്റെ ഡയലോഗ് ഉണ്ടല്ലേ, വാവിട്ട വാക്ക് കൈവിട്ട ആയുധം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് വ്യക്തമായ ചിന്തകളിലൂടെ പോയിട്ട് ആ ഒരു തോട്ട് പ്രോസസ് ചെയ്തെടുക്കുക. ട്രൈ ബിഫോർ യു ക്വിറ്റ്. ഇത് ജോബ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, ഒരുപാട് സൂയിസൈഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളടുത്ത് ഒരു പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ഈ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത്രയും ധൈര്യം വേണ്ട ജീവിച്ച് കാണിക്കാൻ. അപ്പൊ നിങ്ങൾ മിനിമം ട്രൈ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ഡെസ്പ് ആവാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക്. ലൈഫിലെ കാര്യമല്ല, നമ്മളൊരു ജോബ് ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഒരു പ്രൊജക്ട് ആയിക്കോട്ടെ, ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ക്വിറ്റ് ചെയ്തോ. പക്ഷെ എനിക്കിത് സാധിക്കില്ല, പ്രിജുഡിസ് മൈൻഡ് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ട്രൈ ചെയ്യുക. നമ്മളെ മാക്സിമം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അത്തരം കാര്യങ്ങളെ നമ്മളേക്ക് വരുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളേക്ക് വരുള്ളൂ. അത് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ക്വിറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ മിനിമം അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് ഫൈനൽ വൺ, ലൈവ് ലിവ് ബിഫോർ യു ഡൈ. ഒരുപാട് പേര് നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട്, ഞാൻ ലാസ്റ്റ് ടൈം MESന്റെ ഒരു സെഷനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാരന്റ് പറഞ്ഞാണ്, എന്റെ ലൈഫിൽ എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചപ്പോ കുട്ടികളെ നോക്കുക, അവരെ നല്ല രീതിയിൽ ഇതാക്കുക. അപ്പൊ അവർക്കൊരു ലൈഫില്ലേ? ഉണ്ട്. മക്കൾക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കണ്ടേ? സ്വയം ഒന്ന് ജീവിക്കുക. സ്വയം ജീവിക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആളുകളൊക്കെ സ്വയം ജീവിക്കണം എന്ന് താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ 5 മണി 5:30 നിങ്ങൾ വന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. ഇല്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും ഇതിൽ ഉണ്ടോ? നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊന്നും കൂട്ടിയിട്ടല്ല നിങ്ങളോട് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കണം എന്ന് താല്പര്യമുള്ളവരാണ്, അല്ലെ? ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, പാരന്റിങ്ങിന്റെ ഒരുപാട് ടൈപ്സ് ഓഫ് പാരന്റിങ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന 2 പാരന്റിങ് ആണ്, ഡെമോക്രാറ്റിക് പാരന്റിങ് ആൻഡ് ഹെലികോപ്റ്റർ പാരന്റിങ്. ഒന്നുമില്ല, ആ വേർഡ്സ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ ലിവ് ഇറ്റ്. ഡെമോക്രാറ്റിക് പാരന്റിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. നമ്മൾ അവർക്ക് ഒരു കാര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീട്ടിലൊരു കാര്യം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ, അവരുടെ ഒപ്പീനിയൻസിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഓഫ് പാരന്റിങ് ആണ് ഡെമോക്രാറ്റിക് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന, ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവാം, 2 മെത്തേഡ്സ് ആണ്. ഒന്ന് ഡെമോക്രാറ്റിക് പാരന്റിങ്, ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യാം,
എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന ടൈമിലും അവർക്ക് ഒരു സാധനം കൊടുക്കുകയാണെങ്കിലും അവരുടെ ഒപ്പീനിയൻസിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് ഡെമോക്രാറ്റിക് പാരന്റിങ്. സെക്കൻഡ് വൺ, ഹെലികോപ്റ്റർ പാരന്റിങ്. ആ ഒരു വേർഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്ന അല്ലെ. എന്താ വെച്ച് കഴിഞ്ഞാല് അവരെ ഫ്രീഡം കൊടുക്കുക, അഴിച്ചുവിടുക എന്നല്ല, അവർക്കുള്ള ഫ്രീഡം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂളിലായിരിക്കാം, അവർ ജോബിന് പോകുന്ന ഒരു സ്ഥലത്തായിരിക്കാം. ആ ഒരു മോണിറ്ററിങ് അവർക്ക് ഉണ്ടാവുക. ലൈഫിൽ ഡിസിഷൻസ് വരുമ്പോൾ നമ്മൾ പ്രഷറൈസ് ചെയ്യേണ്ട, അവരുടെ ഒരു തീരുമാനം എടുക്കാൻ പറയുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുക. എൻഡിങ് ഓഫ് മൈ സെഷൻ, ഫാമിലി ഈസ് ദ ഫസ്റ്റ് സ്കൂൾ ആൻഡ് പാരന്റ്സ് ആർ ദ ഫസ്റ്റ് ടീച്ചേഴ്സ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇത് സ്വഭാവം പഠിക്കാനോ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനോ നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് ഒരു കാര്യമില്ല, നിങ്ങളെ മക്കളെ എവിടെയും വിട്ടിട്ട് ഒരു കാര്യമില്ല. ഫാമിലി ഈസ് ദ ഫസ്റ്റ് സ്കൂൾ ആൻഡ് യു ഗൈസ്, യു പാരന്റ്സ് ആർ ദ ഫസ്റ്റ് ടീച്ചർ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ ടോപ്പിക് ഫൈനലൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ടോപ്പിക്കിലേക്കും പോകാൻ തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് റീസെന്റ് നമ്മൾ കേൾക്കുന്ന ന്യൂസ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എനിക്ക് ആലോചിക്കുകയും ചെയ്യും, എന്റെ പാരന്റ്സിനെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് അറിയാം. എനിക്ക് എബ്രോഡൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് ഞാൻ നാട്ടിൽ നിൽക്കുന്നത് എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് 3 സിസ്റ്റേഴ്സാണ്. അവരുടെ ലൈഫ്, അവരുടെ ഹസ്ബൻഡ്, ചിൽഡ്രൻ ആ രീതിയിൽ പോകുന്നു. അപ്പൊ എന്റെ പാരന്റ്സിന് ഞാനില്ലെങ്കിൽ ആരെന്നുള്ളൊരു ആ ഒരു തോട്ട് കൊണ്ടാണ് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത്. ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് മൈ പ്രൊഫഷൻ, ഐ എം ഹാപ്പി വിത്ത് മൈ ഏർണിംഗ്. ബട്ട് എനിക്ക് ഇതിനേക്കാൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ പാരന്റ്സിനെ ഓർത്തുകൊണ്ട് മാത്രം. അപ്പൊ ഈ രീതിയിൽ എനിക്കിപ്പോ ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ള ടൈമിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് എവിടെയും ഞാൻ സ്പ്രെഡ് ചെയ്യുന്ന ഒരു തോട്ട് അതാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചു കൊടുക്കുക. നിങ്ങൾ നടന്നു തുടങ്ങുന്ന ടൈമിൽ നിങ്ങൾ എഴുതിയിട്ടും നിങ്ങളെ സെർവ് ചെയ്തിട്ടും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് അവര് വയസ്സാവുന്ന ടൈമിൽ നമ്മൾ അതേ എന്ത് കൊടുക്കുക, കെയറും ലവ് ആൻഡ് അഫെക്ഷനും അവർക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു ഫിനാൻസ് പ്രൊഫഷണൽ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആ രീതിയിൽ ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനിയല്ല, ഇന്നത്തെ സെഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും പ്ലീസ് ഫീൽ ഫ്രീ. Excuse me, Okay. I would Yes, like to add Sanjay. one more point. ഓക്കെ, നമ്മൾ കുട്ടികൾ ആദ്യം പഠിപ്പിക്കേണ്ടത് the difference between good touch and bad touch. And they should feel that it is being reported to their parents properly. yeah, right. ഈ ചൈൽഡ് അബ്യൂസിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ ഇന്നർ സർക്കിൾ ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലുള്ള ഇന്നർ റിലേറ്റീവ്സ്, അവിടുന്നാണ് സ്റ്റാർട്ടിങ്. അതെ അതെ അതെ. ഇത് നമ്മൾ ഈ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലെല്ലാം സെഷൻ എടുക്കുന്ന ടൈമിൽ ഒരു മെയിൻ പോർഷൻ ഇതാണ്. ഇവിടെ ഞാൻ പാരന്റിങ് എന്നുള്ള സംഭവം ആയതുകൊണ്ടാണ് അതിനത്ര എംഫസൈസ് ചെയ്യാതെ വരുന്നത്. ബട്ട് സ്റ്റിൽ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഈവൻ ഞാൻ പറയട്ടെ, ഈ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് നമ്മൾ പുറത്ത് പോകുന്നതിനൊക്കെ കൂടുതൽ വീട്ടിലെ പ്രോബ്ലം ആയി വരുന്നുണ്ട്. അങ്ങനത്തെ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുട്ടികൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഇതിനോ ഡൗട്ട്സ് ഉണ്ടോ ചോദിക്കുമ്പോൾ കുട്ടികളൊന്നും പറയില്ല. നമ്മൾ സെഷൻ തീർന്ന് പുറത്തിറങ്ങുന്ന ടൈമിൽ സാർ ഒരു കാര്യം പറയേണ്ടി വന്നിട്ട് നമ്മൾ പുറകിൽ വന്ന് നിൽക്കുമ്പോൾ പല ആളുകളും പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഷോക്കായി പോകും. സോ താങ്ക് യു സോ മച്ച്. വേറെ ആർക്കാ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാം, എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Okay. Thank you, Nidit sir. Thank you so much. അപ്പം നമുക്ക് ഫീഡ്ബാക്കിന്റെ സെഷൻ ആണ്. ടൈം എല്ലാവരും ശ്രദ്ധിക്കുക. പെട്ടെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. സിന്ധു മാം പറഞ്ഞോളൂ. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. പാരന്റിങ് എത്ര കേട്ടാലും മതി വരാത്തൊരു സബ്ജക്റ്റ് ആണ്. കാരണം നമുക്കിത് കേൾക്കും തോറും അറിവുകൾ കൂടി വരുന്നുള്ളൂ. നല്ല ക്ലാസ് ആയിരുന്നു. എനിവേ, ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. Okay, thank you, Sindhu ma'am. Unnikrishnan sir. Hello, good morning. Thank you, sir. പറഞ്ഞതുപോലെ തന്നെ വളരെയധികം നമുക്ക് എത്ര കേട്ടാലും മതി വരാത്തൊരു സംഭവമാണ് പാരന്റിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ പാരന്റ്സും അതായത് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, അതായത് യങ്സ്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് എന്തായാലും നിർബന്ധമായി കേൾക്കേണ്ട ഒരു ക്ലാസ് തന്നെയാണ്. കാരണം ഇപ്പൊ സാർ പറഞ്ഞ
എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് നമ്മളോട് തുറന്ന് പറയാനുള്ള കാര്യങ്ങളായാലും നമ്മൾ അവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. നമ്മളെ ഉൾക്കൊള്ളുക, അല്ലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അവരെയും കൂടി ഉൾപ്പെടുത്തുക. അവർക്കൊരു പ്രായം ആയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തുക. പിന്നെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്നുള്ളത് ചെറുപ്പത്തിൽ തന്നെ അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പൊ എന്തായാലും വളരെ നല്ലത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു പ്രീത മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട്? മാജിക് മോർണിംഗ് സാർ, വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടൊരു സെഷൻ ആയിരുന്നു. കാരണം വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് 5 വയസ്സായ ഒരു മോളാണ്. ഇനിയിപ്പോ വളർത്തുന്ന സമയങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് അത് സാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു. നമ്മൾ ആ ഒരു ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ ന്യൂജൻ പിള്ളേരാണ്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. അവർക്ക് ആ ഒരു കെയറിങ് കിട്ടാത്തതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ. പിന്നെ ആ ഒരു ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഒന്നും ആ ഒരു സംഭവം കിട്ടുമ്പോൾ അവരതിലേക്ക് അട്രാക്റ്റഡ് ആവും. അതാണ് പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ മെത്തേഡിലൂടെ അവർക്ക് കൊടുത്ത് അവർ ഫ്രണ്ട്ലി ഒരു എന്താണ് ആ ഒരു രീതിയിലേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഫ്യൂച്ചറിൽ തോന്നുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സുദീപ് സർ, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഉണ്ണികൃഷ്ണൻ അവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ സർ. ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പ്രീത മാം ആയിരുന്നു. മാം ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, അപ്പൊ ഇനി ആരും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമയപരിമിതി കാരണം നിർത്തിയതാണ്. സിധു മാം പെട്ടെന്ന് ചോദിച്ചോളൂ. സാറേ, ഞാന് അംഗൻവാടി ടീച്ചറാണ്. എന്റെ ഏരിയയിലെ ഒരു കുട്ടീനെ അംഗൻവാടി കൊണ്ടുവന്നാക്കുന്ന ഒരു രക്ഷിതാവ് 33 ആയിട്ടുള്ളൂ. അപ്പൊ 3 പിള്ളേരുണ്ട്. അവന്റെ രക്ഷിതാക്കള് ഇപ്പോഴും അവനെ ഭയങ്കര കൺട്രോളിങ്ങിലാണ്. എന്താ പറയാ, ജീവിക്കാൻ സമ്മതിക്കുന്നുള്ളൂ, ഫ്രീഡമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ ഉപ്പാനോട് ഞങ്ങള് സംസാരിക്കണമെന്നൊക്കെ ചോദിച്ചു. അവനത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര വിഷമാണ് ആ കുട്ടിക്ക്. എപ്പോഴും അംഗൻവാടി വന്ന 3 കുട്ടികളായിട്ട് പോലും അവന്റേതായ ഒരു ഫ്രീഡം ഇല്ല. അപ്പൊ അവന്റെ വൈഫിന് വേണ്ട കാര്യങ്ങളൊക്കെ അവരെ വീട്ടുകാർ ചെയ്തു കൊടുക്കും. പക്ഷെ അവന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. സാമ്പത്തികമുള്ള ആൾക്കാരാണ്. അവനൊരു ഓഡിറ്റോറിയം ഉണ്ട്, കല്യാണ ഓഡിറ്റോറിയം. അതിന്റെ നടത്തിപ്പുകാരനായിട്ടാണ് അവൻ നിൽക്കുന്നത്. അതിലും അവന് സ്വന്തമായിട്ട് ഒരു രൂപ എടുക്കാനുള്ള ഒരു ഇതില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ അതില് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നിന്ന്, ഇപ്പൊ പന്തലിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിന്ന് വരുന്ന വരുമാനം മാത്രമേ അവന് എടുക്കാൻ പറ്റുള്ളൂ. ഹോട്ടലിൽ നമ്മളെ ഓഡിറ്റോറിയത്തിൽ കിട്ടുന്ന മെയിൻ വരുമാനമൊക്കെ ഉപ്പാനെ കൊണ്ട് ഏൽപ്പിക്കണം. അപ്പൊ എന്നോട് കുറെ പറഞ്ഞു, ഞാൻ എവിടേക്കെങ്കിലും പോകും ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ കുറച്ച് ദിവസമുള്ള ഒരാഴ്ചയായിട്ടുള്ളൂ സംസാരിച്ചിട്ട്. എനിക്ക് കേട്ടപ്പോ ഭയങ്കര സങ്കടം തോന്നി. ആ രക്ഷിതാക്കളെ നമുക്കിനി മാറ്റിയെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ മോനോട് നമ്മൾ എന്ത് സൊല്യൂഷനാ പറഞ്ഞു കൊടുക്കേണ്ടത്? മാം, ഞാൻ എന്റെ ഫോൺ നമ്പർ ഒന്ന് ഇതില് ഞാൻ വിളിച്ചോളാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, കാരണം സമയം പരിമിതി കുറച്ച് ലെങ്തി ആണ് ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. എന്റെ നമ്പർ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ മാമിനല്ല വേറെ വേണമെന്നുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് പോസിബിൾ നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാം. അതായിരിക്കും നന്നാവാൻ തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ തിരക്കാവുന്ന ടൈമിലേ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവരുതല്ലോ. അപ്പൊ വേറെ കാര്യം, ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഇതില് വരുന്ന പല ആളുകൾ, കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പല പാരന്റ്സും അവർക്കാണ് പ്രോബ്ലം. അവർ ചിന്തിച്ചിട്ട് കുട്ടികളൊക്കെ കൂടുതൽ അവര് ടെൻഷൻ അടിക്കുകയാണ്. ഇതില് പല കുട്ടികളെയും കൗൺസിലിംഗിൽ കൊണ്ടുവന്ന ടൈമിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടിക്കല്ല പ്രോബ്ലം, പാരന്റിനാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രോബ്ലം കൂടെ ഇതിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കുട്ടിയുടെ മുന്നിൽ നിങ്ങൾ സ്മാർട്ടായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ ഇനി വേറെ ആരും ഇല്ലാന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും എന്താ പറയാ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സിന്ധു മാം. അപ്പം സാറ് നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഫോർ ഷുവർ. ഞാനൊന്ന് എൻ്റെ ഒരു താങ്ക്സ് പറഞ്ഞോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, എനിക്ക് എല്ലാവരും എക്സെപ്റ്റ് ഒരാൾ മാത്രം എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആളുകളും എനിക്ക് ന്യൂ ഫേസസ് ആണ്. അപ്പൊ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. ഇനിയും ഫ്യൂച്ചറിൽ എനിക്കിങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കാൻ ഒരു ചാൻസ് കിട്ടട്ടെ. ഐ റിയലി ഹോപ്പ് ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു സാർ. അപ്പം ഇന്ന് ഈ ഒരു നല്ലൊരു സെഷൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ള നിതിൻ സാറിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും once again താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. Thank you so much. Thank you so much. താങ്ക് യു.